മോളെ, അങ്ങനെയല്ല. മോള് നേരിട്ട് കണ്ടതല്ലേ അല്ലേ മോളെ? എന്നിട്ട് എന്താ മോള് വിശ്വസിക്കാത്ത? നീ ആദ്യം എന്താ ചെയ്തതെന്ന് ചിന്തിക്കുതാരാ? എന്റെ മോളോട് എന്തൊക്കെ പറഞ്ഞെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അതിനെന്താ തെറ്റായിട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞതെല്ലാം സത്യല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ധ്വനിമോൾ എല്ലാം അറിയേണ്ട കാര്യങ്ങളല്ലേ? നിർത്ത്. പൃഥ്വി, നിന്റെയൊക്കെ ഡ്രാമ കുറെ കണ്ട് മടുത്ത്. ഇവിടെ നിന്ന് അഭിനയിക്കാതെ രണ്ടുപേരും ഇറങ്ങി പൊക്കണം. പൃഥ്വി, എന്തൊക്കെ പറയുന്നേ? ഇവരെ ഞാൻ ക്ഷണിച്ചു വരുത്തിയതല്ലേ? അതുകൊണ്ടാ ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചത്. അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഇവിടിന്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പൃഥ്വി, ഇറങ്ങി പോടാ അവിടെ. എന്തോടാ നോക്കുന്നേ? ഇറങ്ങി പോകാനല്ലേ പറഞ്ഞേ? അയ്യോ, നീ എന്താ നോക്കിക്കുന്നേ? ഇറങ്ങി പോടാ. നീ എന്തേ കാണിക്കുന്നേ? അച്ഛാ, ഇവൻ മാഡം, വിളിച്ചു വരുത്തിയ ആൾക്കാരോടല്ല ദേഷ്യം തീർക്കേണ്ടത്. ആദ്യം തെറ്റ് ചെയ്തവരെ വേണം ശിക്ഷിക്കാൻ. ഇതെല്ലാം സംഭവിച്ചതേ ആര് കാരണമെന്ന് നിനക്കറിയാലോ. നിന്റെ ദേഷ്യം തീർക്കാൻ തോന്നിയ പോലെ പെരുമാറരുത്. വന്നോട്ട് വാ. ഈശ്വര, വാ മോളെ, പറയുന്ന കേക്ക്. വന്നേ മോളെ, നിക്ക്. ഞാൻ പറയട്ടെ. മോളെ, മോളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ മോൾക്ക് അച്ഛനും അമ്മയും എല്ലാം ഞാൻ മാത്രമാണെന്ന്. എന്നിട്ടും എന്തിനാ നീ പിന്നെ അയാളുടെ അടുത്ത് പോയി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? മോളെ, അമ്മ പറയുന്ന കേക്ക്. നീ സ്നേഹിക്കുന്ന പോലെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നില്ല മോളെ. അയാളുടെ മനസ്സിൽ ഇപ്പൊ നീ ഇല്ല. അതുകൊണ്ടാ മോള് ചോദിച്ചതിനൊന്നും പറയാത്ത വാ പൂട്ടി നിന്നത്. മോളെ, അല്ല മോളെ, അങ്ങനെയല്ല. മോള് നേരിട്ട് കണ്ടതല്ലേ അല്ലേ മോളെ? എന്നിട്ട് എന്താ മോള് വിശ്വസിക്കാത്ത? എന്നിട്ട് എന്താ മോള് വിശ്വസിക്കാത്ത? മോളെ, അമ്മ പറയട്ടെ. എന്താ മോളെ മനസ്സിലാക്കാത്ത? എങ്ങനെയാ മോക്ക് ഞാൻ പറഞ്ഞു തരണ്ടേ? മോളെ, നിക്ക്. എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. അത് നീ അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ കുറെ നാള് കഴിഞ്ഞ് ആ സത്യം മോൾക്ക് മനസ്സിലാവുമ്പോ എന്റെ മോക്കത് താങ്ങാൻ പറ്റില്ല. പ്ലീസ് മോളെ, അമ്മ പറയുന്നത് മോളൊന്ന് മനസ്സിലാക്ക്. നിക്ക് ധ്വനി. പോവല്ലേ ധ്വനി. ചേച്ചി, അയ്യോ ധ്വനിമോളെ, മോളെ നിക്ക് മോളെ. ചേച്ചി, ഞങ്ങക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ. നിങ്ങൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ദയവേത് അയാളെ ന്യായീകരിച്ച് ഒന്നും പറയരുത്. എനിക്കത് കേട്ട് നിൽക്കാൻ പറ്റില്ല. ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും.
പക്ഷെ നമ്മൾ ഈ കണ്ടതൊന്നും അല്ല സത്യമെന്ന് ഉറപ്പാ. ഇതെല്ലാം ആ താരയുടെ ഡ്രാമയാ ചേച്ചി. ആ. അവള് പ്ലാൻ ചെയ്തിട്ടാ എല്ലാം ചെയ്യുന്നേ. ആ കെണിയിൽ ചേച്ചി വീഴരുത്. അതെ ചേച്ചി, സഞ്ജയ് ചേട്ടൻ ആ താരയെ കല്യാണം കഴിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. സഞ്ജയ് ചേട്ടന് താരയെ കാണുന്നത് തന്നെ വെറുപ്പാ. പക്ഷേ അവൾ എന്തൊക്കെയോ കെണി ഒരുക്കി ചേട്ടൻ അതിൽ പെടുത്തിയിരിക്കുക. വേണ്ട കിരൺ, വെറുതെ ഓരോന്നും പറയാൻ ശ്രമിക്കണ്ട. ആരാരെ വേണേലും കല്യാണം കഴിച്ചോട്ടെ, എനിക്കതിലങ്ങ് ഒരു കുഴപ്പമില്ല. എന്താ എന്റെ മോളെ എല്ലാം പറഞ്ഞ് തിരുത്തിക്കൊണ്ടിരിക്കുക. അതിനിടയിലേക്ക് നിങ്ങൾ ഓരോന്നും പറഞ്ഞിങ്ങോട്ട് വരണ്ട. ഇവിടെ കുഞ്ഞ്, എല്ലാം മനസ്സിലാവും, കുറച്ച് സമയമെടുക്കും. പക്ഷെ നിങ്ങൾ അങ്ങനല്ലല്ലോ. എന്തിന്റെ പേരില ഇനിയും നിങ്ങൾ അയാളെ ന്യായീകരിക്കുന്നത്? ആരെങ്കിലും ഒരു കെണി ഒരുക്കിയാൽ അതിൽ ചെന്ന് ചാടിയിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ആളാണ് സഞ്ജയ് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നേ? അത്ര ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞ് കരഞ്ഞ അയാളോട് ഓരോന്നും പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടിയോ? എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോ? അതൊക്കെ നേരിട്ട് കണ്ടവരല്ലേ നിങ്ങള്? ഇവളോട് ഒരു തരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവളോട് മറുപടി പറയാതെ ആള് നിൽക്കുമായിരുന്നോ? അത് ഇത്രയും നാൾ ഇവളെ കാണാനും എടുക്കാനും വീട്ടിൽ കയറാനും സ്കൂളിൽ കയറാനും ഉള്ള അവസരങ്ങൾ നോക്കി നടന്ന അയാളുടെ സ്നേഹമെല്ലാം ഇപ്പൊ എവിടെ പോയി? അതോ ഇതൊക്കെ അഭിനയമായിരുന്നോ? ഒന്നുമല്ല, എനിക്കറിയാം എന്താന്നുള്ളത്. ആ താര കല്യാണത്തെ കുറിച്ച് പറയാതിരുന്നത് കൊണ്ട് എന്റെ മോളോട് സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കല്യാണം നടക്കുന്ന ഉറപ്പായതോടെ ആരും അയാൾക്ക് വേണ്ടതായി. എനിക്കറിയായിരുന്നു കിരൺ, എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കുമെന്ന്. അതൊന്നും അറിയാതെ ഇവള എപ്പോഴെപ്പോഴും അച്ഛ അച്ഛന്ന് വിളിച്ച് അയാളുടെ മുന്നിൽ പോയി നിന്നു കൊടുക്കുന്നത്. നോക്കിക്കോ, എന്റെ മോളെ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കും. ഇവളൊരിക്കലും ആരും ഇല്ലാത്തവളായിട്ടൊന്നും പോവില്ല. ഞാനുണ്ട് എന്റെ മോക്ക്. എനിക്കറിയാം ഇവളെങ്ങനെ വളർത്തണമെന്ന്.